മുതൽ ഇറക്കാതെ പണം കൊയ്യാവുന്ന പണിയാണ് ഗുണ്ടായിസവും പെൺവാണിഭവും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഇത് പെരുകി വരുന്നത്. കോട്ടയം കറുകച്ചാലിൽ കഴിഞ്ഞ ദിവസം അമ്മയും മകനും അടങ്ങുന്ന 9 അംഗ പെൺവാണിഭ സംഘം പിടിയിലായിരുന്നു. പിടിയിലായ പ്രതികളെ പോലീസ് റിമാൻഡ് ചെയ്തു. പിടിയിലായ സംഘത്തിൽ ദമ്പതികളും സഹോദരികളും വരെയുണ്ട്. ഭർത്താവ് മരിച്ച 19ാം ദിവസമാണ് ഇവരിൽ ഒരു സ്ത്രീ മാംസക്കച്ചവടത്തിന് ഇറങ്ങിയത്. കങ്ങഴ സ്വദേശി അമ്പിളി എന്ന് വിളിക്കുന്ന രാഹുൽ എസ് മേനോൻ, കൂരോപ്പട സ്വദേശിനി 40 വയസ്സുകാരിയായ മഞ്ജുവിന്റെ മകൻ 20 വയസ്സുകാരനായ ലിജു, കോയമ്പത്തൂർ സ്വദേശിനി 24 വയസ്സുകാരിയായ വേദ, ഉഴവൂർ കുറിച്ചിത്താനം സ്വദേശി ലൂക്കോസ്, കറുകച്ചാൽ ചമ്പക്കര സ്വദേശിനി അജിതാകുമാരി, ഇവരുടെ സഹോദരി ഇടുക്കി ആനവിലാസം സ്വദേശിനി ആശാകുമാരി, തിരുവല്ല കാവുംഭാഗം സ്വദേശി നന്ദകുമാർ, ഇയാളുടെ ഭാര്യ ഗായത്രി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ ഇടപാടുകാരനായി എത്തിയ ചെങ്ങളം കാഞ്ഞിരമറ്റം സ്വദേശി ഓടിപ്പോയി. ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങി. ശനിയാഴ്ച കൂത്രപ്പള്ളി തെങ്ങോലിപ്പടിക്ക് സമീപത്തുള്ള വീട്ടിൽ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത്. 3 ദിവസം മുൻപാണ് അരുണിന്റെ നേതൃത്വത്തിൽ 2500 രൂപ മാസവാടകയ്ക്ക് വീടെടുത്തത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വാഹനങ്ങൾ വന്നുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. പത്തനാട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായിരുന്ന രാഹുലിന്റെയും മഞ്ജുവിന്റെയും ലിജുവിന്റെയും നേതൃത്വത്തിലാണ് പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. മഞ്ജുവിനെ ഇതിനു മുൻപും അനാശാസ്യത്തിന് പിടികൂടിയിട്ടുണ്ട്. 2 വർഷം മുൻപ് കറുകച്ചാൽ മാന്തുരുത്തിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ലിജു. പെൺവാണിഭ സംഘത്തിൽ നിന്ന് 2440 രൂപയും 6 മൊബൈൽ ഫോണുകളും, പ്രതികൾ ഉപയോഗിച്ചിരുന്ന 2 കാറുകളും 1 സ്കൂട്ടറും പോലീസ് പിടികൂടി. മൊബൈൽ ഫോൺ വഴിയാണ് സംഘം ഇടപാടുകൾ നടത്തുന്നതെന്നും കേന്ദ്രം ഇടയ്ക്കിടെ മാറാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. 1000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ഇടപാടുകാരിൽ നിന്ന് ഈടാക്കിയിരുന്നത്. അജിതാകുമാരിയുടെ ഭർത്താവ് 19 ദിവസം മുൻപാണ് മരിച്ചതെന്നും പോലീസ് പറഞ്ഞു. പോലീസ് വീട് റെയ്ഡ് ചെയ്യുമ്പോൾ അജിതാകുമാരിയുടെ 10 വയസ്സുകാരിയായ മകളും ഇവിടെ ഉണ്ടായിരുന്നു. മകളെ പിന്നീട് പോലീസ് അജിതാകുമാരിയുടെ പിതാവിനൊപ്പം വിട്ടയച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വാകത്താനം CI KV പുരുഷൻ, SI MS രാജീവ്, അഡീഷണൽ SI KA തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ് നടത്തിയത്. മനോരമ ന്യൂസ്.